ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് നീറ്റ് എക്സാം എഴുതാൻ പോവാണ്. ഒരു പ്രിപ്പറേഷനൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോവാണ്. അങ്ങനെ രാവിലെ ഇറങ്ങി 11 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പം പെട്രോളൊക്കെ അടിച്ചിട്ട് പോവാണ്. എന്തുവാണെന്നറിയത്തില്ല, ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ല. അവിടെ എത്താറായപ്പോഴത്തേക്കിന് ഒരു കടയിൽ കയറി ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. പരീക്ഷയാണെങ്കിൽ നമുക്ക് ഫുഡിനകത്തൊന്നും ഒരു കോംപ്രമൈസും ഇല്ല, എല്ലാം കഴിച്ചു. അപ്പം ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങോട്ട് വന്നിടത്ത് ഭയങ്കര ബ്ലോക്കായിരുന്നു. കുറേ കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, ഞായറാഴ്ച അല്ലായിരുന്നു. അങ്ങനെ ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരുന്നു. എങ്ങനെയൊക്കെയോ അവിടെ എത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോഴും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ സെൻറ്റർ വന്നിട്ട് കരുനാഗപ്പള്ളിയിലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് അകത്തൊന്നും ഫോൺ അലൗഡ് അല്ല, അപ്പം വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞിറങ്ങി 3 മണിക്കൂർ കഴിഞ്ഞിറങ്ങി. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്തുള്ള ഒരു ബീച്ചിൽ പോകാമെന്ന് പ്ലാനിട്ട്. ഞാൻ ഫസ്റ്റ് പോയപ്പോൾ വിചാരിച്ച് ഭയങ്കര ശോകമായിരിക്കും, ആരും കാണത്തില്ല, ഇങ്ങനെ പോകുന്നത്, കമ്പനി ആരും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. അങ്ങനെ പോയി. ഈ കയറിയപ്പോൾ തന്നെ 2 പേരെ കൂട്ടിന് കിട്ടി. അങ്ങനെ ഞങ്ങൾ മറ്റേ ഫ്രിസ്കിങ്ങും ബയോമെട്രിക്കൊക്കെ കുറേ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു നീറ്റ് എക്സാം കയറണമെങ്കിൽ തന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ അത്രയും നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റോൾ നമ്പർ നോക്കി കഴിഞ്ഞപ്പം അവർ വേറെ ഹാളിലോട്ട് പോയി. അപ്പം ഞാൻ എൻ്റെ ഹാളിലോട്ട് വന്നപ്പോഴത്തേക്കിന് പിന്നെ അവിടെയും കുറച്ച് പേരെ കിട്ടി സംസാരിക്കാനൊക്കെ. അങ്ങനെ ഞങ്ങൾ വെള്ളാരത്തുരുത്ത് എന്ന് പറയുന്നൊരു ബീച്ചിൽ, അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ബീച്ചാണ്. അങ്ങനെ അവിടോട്ട് പോയി കുറച്ചൊക്കെ വെള്ളത്തിലൊക്കെ കളിച്ച് അവിടെ നിന്ന്. പിന്നെ കുറച്ച് ഇതൊക്കെ കഴിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. ഐസ്ക്രീമൊക്കെ കഴിച്ച്, ഐസ്ക്രീമും കോളിഫ്ലവറൊക്കെ കഴിച്ച് തിരിച്ചു വരാൻ നേരവും ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ പതിയെ വീട്ടിലെത്തിയത്. വരുന്ന വഴി ഫുള്ള് എല്ലാ ക്രിസ്ത്യൻ പള്ളിയിലും ഫുള്ള് കളർ ബൾബൊക്കെ ആയിട്ട് ഇട്ടേക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഇപ്പം പള്ളിപ്പെരുന്നാളാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല റോഡ്സൊക്കെ ഭയങ്കര കളർഫുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എത്തി. അപ്പം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. അപ്പം ഓക്കെ, ബൈ.